എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവർ വിവാഹിതരായാൽ സീരിയൽ അടിപൊളി നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമിജ ഒരു ഹോട്ടലില് റൂം എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ കമാലും അതേ ഹോട്ടലിൽ തന്നെ റൂം എടുക്കുന്നുണ്ട്. ഭൂമിജയുടെ റൂമിന്റെ തൊട്ടടുത്ത മുറിയിൽ തന്നെയാണ് കമാലും റൂം എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഭൂമിജ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിജയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന്. അതേസമയം തന്നെ ഭൂമിജയാണെങ്കിൽ തൊട്ടടുത്തുള്ള റൂമിൽ കമാലിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിജ തിരികെ റൂമിലേക്ക് കയറി പോകുവാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആ അച്യുതൻ എഴുതിയ അതേ ലെറ്റർ ഭൂമിജ എടുത്തു മാറ്റുന്നുണ്ട്. ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങുവാണ് ഭൂമിജ. ഭൂമിജ പോയി കഴിയുമ്പോഴത്തേക്ക് കമാൽ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, ഭൂമിജ പോകുന്നതെല്ലാം. അങ്ങനെ കമാല് ഭൂമിജ പോയതിനു ശേഷം അതേ മുറിയിൽ തന്നെ വീണ്ടും കയറി. അയാള് ആ ലെറ്റർ എടുക്കാൻ വേണ്ടിയാണ് അവിടേക്ക് കയറിയത്. പകരം നമ്മുടെ ഭൂമിജ ചെയ്ത എന്താന്ന് വെച്ചാ യഥാർത്ഥ ലെറ്ററിന് പകരം വേറൊരു ലെറ്ററാണ് അവിടെ വച്ചിരുന്നത്. ലെറ്ററും കൊണ്ട് കമാല് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിജ ഒളിച്ചു നിന്ന് കാണുവാണ്. ചപ്പുറത്ത് മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് ഭൂമിജ. അതേസമയം തന്നെ ഭൂമിജ വീണ്ടും തിരികെ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ ആ ബെഡിൽ വെച്ചിരുന്ന ബാഗ്, അതിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അതേ ലെറ്ററിനെ എടുത്തിട്ട് പോയിട്ടുണ്ട് കമാല്. അതേസമയം തന്നെ മനസ്സിൽ ഭൂമിജ വിചാരിക്കുവാണ്, ഇനി കഥയിലെ വേറൊരു ടെസ്റ്റാ നടക്കാൻ. അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ലെറ്റർ നമ്മുടെ ഭൂമിജ മാറ്റി കഴിഞ്ഞു. പിന്തുടരുന്ന ആ വ്യക്തി വന്ന് യഥാർത്ഥ ലെറ്റർ കൊണ്ടുപോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിജ ഒരു ഫേക്ക് ലെറ്റർ ആണ് അവിടെ വെച്ചിരുന്നത്. അതേസമയം തന്നെ കമാലിനെ വിളിച്ചിട്ട് ഭവാനിയോട് പറയുവാണ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. ഭവാനി അതേസമയം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കത്തുമായി എന്റെ അടുത്ത് തന്നെ എത്തണം, അവളെ ഇനി വേറൊന്നും ചെയ്യണ്ട എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കമാല് പിന്നെ ഭവാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കമാല് പോയതിനു ശേഷം നമ്മുടെ ഭൂമിജയാണെങ്കിൽ അവിടെ നിന്ന് ശങ്കരനാരായണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ശങ്കരനാരായണനും നമ്മുടെ ഭൂമിജയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജനയും അജയും തമ്മിൽ എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. അതേസമയം അവിടെ ഭവാനിയുമുണ്ട്, അജയുടെ ഫ്രണ്ടുമുണ്ട്. അജയ് ആണെങ്കിൽ അഞ്ജനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. പക്ഷത്തോടെ തന്നെ അജയ് ആ സമയം പറയുവാണ്, അമ്മയും മോളും ഒരു കാര്യം വിചാരിച്ചോ, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കത്തില്ല. ഇത് കാണുന്ന അനുപമ അജയോട് സംസാരിക്കുവാണ്. എന്റെ കാമുകി താമര, ചന്ദ്രന്റെ കാമുകി ആമ്പൽ, ഇങ്ങനെ ഓരോ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുവാണ്. ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അജയ് ആണെങ്കിൽ അജയും നയനയുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുവാണ്. അനുപമ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ താനും നയനയുമായിട്ടുള്ള കാര്യം നടത്തി തരും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അജയും നയനയുമായിട്ടുള്ള കൈമാറുന്നതും ഹാപ്പിയായിട്ട് നിൽക്കുന്നതും അങ്ങനത്തെ പ്രണയ നിമിഷങ്ങളൊക്കെയാണ് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത്. അജയും നയനയുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അജയ് ഓർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്.